ബഹിരാകാശ പരിവേഷണ മേഖലയിൽ രാജ്യം പിന്നിട്ട നാൾ വഴികളിലേക്ക് വെളിച്ചം വീശി ISROയുടെ പ്രദർശനം. നാഷണൽ ലെവൽ ഇന്റർ കോളേജിയേറ്റ് മൾട്ടിഫെസ്റ്റ് വിദ്യുത് 2025 ഭാഗമായി അമൃത വിശ്വവിദ്യാപീഠം കൊല്ലം അമൃതപുരി ക്യാമ്പസിലാണ് പ്രദർശനം ഒരുക്കിയത്. ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ മനസ്സിലാക്കി തരുന്നതാണ് ഈ പ്രദർശനം. ബഹിരാകാശ പേടകങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ലോഞ്ച് വെഹിക്കിളുകളായ PSLV, GSLV, LVM-3 എന്നിവയുടെ മാതൃക ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 1980-ൽ ആദ്യത്തെ പരീക്ഷണ ഉപഗ്രഹ വിക്ഷേപണം മുതലുള്ള ബഹിരാകാശ ദൗത്യങ്ങൾ ഈ പ്രദർശനത്തിലൂടെ മനസ്സിലാക്കി തരുന്നു. വിക്ഷേപണ വാഹന വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഇതിലൂടെ അറിയാൻ കഴിയുന്നു. സ്പേസ് സയൻസ് ഫീൽഡിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളും ഇന്ത്യ എത്രത്തോളം വളർന്നു, സൈക്കിളിൽ നിന്ന് റോക്കറ്റ് കൊണ്ടുപോയി നിന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ സ്പേസ് വിക്ഷേപണങ്ങൾ നടത്തുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി. ഇന്ത്യ ഒരു സൂപ്പർ പവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണിക്കുന്ന ഒരു വലിയ തെളിവ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു പെവിലിയനിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇത്രയും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷൻ നമുക്ക് വിദ്യുതിൽ പ്രൊവൈഡ് ചെയ്ത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. റോക്കറ്റ് എഞ്ചിനുകൾ, സാറ്റലൈറ്റ് മോഡലുകൾ, സാറ്റലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന സാങ്കേതിക ഉപകരണങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ വിജ്ഞാനപ്രദമായ രീതിയിൽ ബഹിരാകാശ യാത്രയെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകുന്നു. ഞങ്ങൾക്ക് ഇതുവരെയുള്ള നമ്മൾ റോക്കറ്റ് വെഹിക്കിൾസ്, ലോഞ്ച് വെഹിക്കിൾസിൻ്റെ ഡീറ്റെയിൽസിൻ്റെ മോഡൽസ് ഉണ്ട്. പിന്നെ അതേമാതിരി നമ്മൾ യൂസ് ചെയ്യുന്ന എൻജിൻസ്, റോക്കറ്റ്സിൽ യൂസ് ചെയ്യുന്ന എൻജിൻ്റെ മോഡൽ, പിന്നീട് അതിൻ്റെ അടുത്ത് ത്രസ്റ്റർ, സാറ്റലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ത്രസ്റ്റേഴ്സിൻ്റെ മോഡൽസ്, ത്രസ്റ്റേഴ്സിൻ്റെ ഒറിജിനലാണ്. മറ്റുള്ള എല്ലാം മോഡൽസാണുള്ളത്, സാറ്റലൈറ്റ് മോഡൽസാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ISROയുടെയും അമൃത സർവകലാശാലയുടെയും സംയുക്ത സംരംഭമായി നടത്തുന്ന ഈ പ്രദർശനം നാഷണൽ ലെവൽ ഇന്റർ കോളേജിയേറ്റ് മൾട്ടിഫെസ്റ്റായ വിദ്യുത് 2025 ഭാഗമായാണ് ഒരുക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം.